നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആശങ്കകൾക്കും അനിശ്ചിതത്വങ്ങൾക്കുമൊടുവിൽ സംസ്ഥാനത്ത് 10ാം ക്ലാസ് +2 പരീക്ഷകളുടെ സമയക്രമം നിശ്ചയിച്ചു. മാർച്ച് 17 മുതൽ രാവിലെ +2 പരീക്ഷയും ഉച്ചയ്ക്ക് ശേഷം SSLC പരീക്ഷയും നടക്കും. വാർഷിക പരീക്ഷയ്ക്ക് മുന്നേ മാതൃകാ പരീക്ഷ നടത്തും. വിദ്യാലയങ്ങളിൽ അടുത്ത വാരം ശുചീകരണം. പ്രസിദ്ധമായ നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ ഏകാദശി ഡിസംബർ 25-ന്. ആഘോഷത്തിന്റെ ഭാഗമായുള്ള വിളക്കാചാര ചടങ്ങ് നടന്നു. കോവിഡ് സാഹചര്യത്തിൽ ഏകാദശി ആഘോഷങ്ങൾ ഇക്കുറി ചടങ്ങുകൾ മാത്രമായി. കോവിഡ് മൂലം പൂട്ടിക്കെട്ടിയ കളിമൺ ഉൽപ്പന്നങ്ങളുടെ കെട്ടഴിച്ച് അതിജീവന പോരാട്ടവുമായി കുംഭാര സമുദായാംഗങ്ങൾ. കളിമൺ ഉൽപ്പന്നങ്ങളുടെ വിപണി സജീവമായതോടെ വലിയ പ്രതീക്ഷയിൽ ഈ വിഭാഗം. വാർത്തകൾ വിശദമായി. തുടരണം ജാഗ്രത. സംസ്ഥാനത്ത് 6293 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 59,995 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.49 ആണ്. 29 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 2786 ആയി. രോഗം സ്ഥിരീകരിച്ചവരിൽ 73 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 5578 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 593 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 49 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. ചികിത്സയിലായിരുന്ന 4749 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. 6,36,814 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. തൃശൂർ ജില്ലയിൽ 656 പേർക്ക് കൂടി കോവിഡ്. 442 പേർ രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 5941 ആണ്. തൃശൂർ സ്വദേശികളായ 155 പേർ മറ്റു ജില്ലകളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 68,933 ആണ്. 62,494 പേരെയാണ് ആകെ രോഗമുക്തരായി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തത്. ജില്ലയിൽ ശനിയാഴ്ച സമ്പർക്കം വഴി 640 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കൂടാതെ 7 ആരോഗ്യ പ്രവർത്തകർക്കും സംസ്ഥാനത്തിന് പുറത്തുനിന്നെത്തിയ 5 പേർക്കും രോഗ ഉറവിടമറിയാത്ത 4 പേർക്കും രോഗബാധ ഉണ്ടായിട്ടുണ്ട്. രോഗബാധിതരിൽ 60 വയസ്സിന് മുകളിൽ 40 പുരുഷന്മാരും 42 സ്ത്രീകളും 10 വയസ്സിന് താഴെ 21 ആൺകുട്ടികളും 33 പെൺകുട്ടികളുമുണ്ട്. ഗുരുവായൂരിൽ BSF ജവാനും കുടുംബത്തിനുമടക്കം 18 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. അർബൻ സോണിൽ 15 പേർക്കും പൂക്കോട് സോണിൽ 2 പേർക്കും തൈക്കാട് സോണിൽ ഒരാൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ചാമുണ്ടേശ്വരി 17-ാം വാർഡിലാണ് BSF ജവാൻ, ഭാര്യ, മകൾ എന്നിവർക്ക് രോഗം സ്ഥിരീകരിച്ചത്. ഈ പ്രദേശം നിലവിൽ കണ്ടെയ്ൻമെന്റ് സോണാണ്. നെന്മിനി 23-ാം വാർഡിൽ ഒരു കുടുംബത്തിലെ 4 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ കോവിഡ് സ്ഥിരീകരിച്ചത് 17 പേർക്ക്. വാർഡ് 2-ൽ 70 വയസ്സുള്ള പുരുഷൻ, 65, 35 വയസ്സുള്ള സ്ത്രീകൾ. വാർഡ് 3-ൽ 64 വയസ്സുള്ള പുരുഷൻ, 26, 48, 55, 34 വയസ്സുള്ള സ്ത്രീകൾ. വാർഡ് 8-ൽ 68 വയസ്സുള്ള പുരുഷൻ. വാർഡ് 11-ൽ 57 വയസ്സുള്ള സ്ത്രീ, 60, 26, 59 വയസ്സുള്ള പുരുഷന്മാർ. വാർഡ് 15-ൽ 55 വയസ്സുള്ള പുരുഷൻ, 50 വയസ്സുള്ള സ്ത്രീ, 12, 10 വയസ്സുള്ള ആൺകുട്ടികൾ എന്നിവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ശ്രീകൃഷ്ണ കോളേജിൽ നടന്ന ആന്റിജൻ പരിശോധനയിൽ 85 പേരുടെ സ്രവ പരിശോധന നടത്തിയതിലാണ് 17 പേർ പോസിറ്റീവായത്. ചൂണ്ടൽ പഞ്ചായത്തിൽ 9 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. പട്ടിക്കരയിൽ 55 വയസ്സുള്ള സ്ത്രീ, ചിറനെല്ലൂരിൽ 48 വയസ്സുള്ള സ്ത്രീ, പെലക്കാട്ടുപയ്യൂരിൽ 58 വയസ്സുള്ള പുരുഷൻ, ചൂണ്ടലിൽ 55, 26, 52, 50 വയസ്സുള്ള സ്ത്രീകൾ, പാറന്നൂരിൽ 51 വയസ്സുള്ള പുരുഷൻ, എരനെല്ലൂരിൽ 35 വയസ്സുള്ള സ്ത്രീ എന്നിവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ നടന്ന ആന്റിജൻ പരിശോധനയിൽ 6 പേർക്ക് കോവിഡ്. ഒരുമനയൂരിൽ 2 പേർക്കും ചാവക്കാട് നഗരസഭ, പുന്നയൂർ, കടപ്പുറം, പൂക്കോട് എന്നിവിടങ്ങളിലെ ഒരാൾക്ക് വീതവുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ആകെ 26 പേരെയാണ് പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. കടവല്ലൂർ പഞ്ചായത്തിൽ 2 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. പഞ്ചായത്തിലെ 12-ാം വാർഡ് ആൽത്തറയിലാണ് ഒരു പുരുഷനും ഒരു സ്ത്രീക്കും രോഗം സ്ഥിരീകരിച്ചത്. സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനാ ഫലമാണ് പോസിറ്റീവായത്. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തെ കണ്ടെയ്ൻമെന്റ് സോണിലുള്ള വ്യാപാര സ്ഥാപനങ്ങൾ 22 മുതൽ തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകില്ലെങ്കിൽ തുറക്കാൻ നിർബന്ധിതരാകുമെന്ന് വ്യാപാരികൾ.
ഗുരുവായൂർ മർച്ചന്റ്സ് അസോസിയേഷൻ, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ, ചേംബർ ഓഫ് കൊമേഴ്സ്, ഗുരുവായൂർ ലോഡ്ജ് ഓണേഴ്സ് അസോസിയേഷൻ എന്നീ സംഘടനകളുടെ സംയുക്ത യോഗത്തിലാണ് തീരുമാനം. കോവിഡ് ബാധിച്ചവർ ഗുരുവായൂർ ക്ഷേത്രം ജീവനക്കാരാണ് എന്നതല്ലാതെ ഇവരാരും ഈ പ്രദേശത്തെ താമസക്കാരല്ല. നേരത്തെ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ച ഗുരുവായൂരിലെ പല വാർഡുകളിലെയും വ്യാപാര സ്ഥാപനങ്ങൾക്ക് 6 ദിവസത്തിനു ശേഷം തുറന്നു പ്രവർത്തിക്കാൻ അനുമതി ഉണ്ടായിരുന്നു. എന്നാൽ ദേവസ്വം ഓഫീസും ഗസ്റ്റ് ഹൌസുകളും പ്രവർത്തിക്കുകയും 8 ദിവസം കഴിഞ്ഞിട്ടും വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാൻ അനുമതി നൽകുകയും ചെയ്തിട്ടില്ല. ജില്ലാ മെഡിക്കൽ ഓഫീസറും ദേവസ്വം ചെയർമാനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇതിന് കാരണം. ഇനിയും അനുമതി നൽകിയില്ലെങ്കിൽ വ്യാപാരികൾ നിർബന്ധപൂർവ്വം സ്ഥാപനങ്ങൾ തുറക്കുമെന്നും സംഘടനകൾ അറിയിച്ചു. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് TN മുരളി അധ്യക്ഷത വഹിച്ചു. വിവിധ സംഘടനാ ഭാരവാഹികളായ GK പ്രകാശൻ, PV മുഹമ്മദ് യാസിൻ, മോഹനകൃഷ്ണൻ ഓടത്ത്, റഹ്മാൻ തിരുനെല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു. CCTV ന്യൂസ്, ഗുരുവായൂർ. കേരളത്തിൽ ക്ഷയരോഗബാധിതരായ കോവിഡ് രോഗികളിൽ മരണനിരക്ക് 15% കണക്കുകൾ. ക്ഷയരോഗികൾക്ക് കോവിഡ് ബാധിച്ചാൽ ഫലം ഗുരുതരമാകുമെന്ന ആരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ് ശരിവെക്കുന്നതാണ് ഈ കണക്ക്. ഡിസംബർ 10 വരെ 174 ക്ഷയരോഗികളെയാണ് കേരളത്തിൽ കോവിഡ് ബാധിച്ചതായി കണ്ടെത്തിയത്. ഇവരിൽ 26 പേരാണ് മരിച്ചത്. അതായത് കോവിഡ് ബാധിച്ച ക്ഷയരോഗികളിൽ മരണം 15%. കോവിഡ് ബാധിച്ചവരിലെ പൊതുവായ മരണനിരക്ക് കേരളത്തിൽ 0.5% താഴെ മാത്രമാണ്. ദേശീയ ശരാശരി 2-ൽ താഴെയും. എന്നാൽ പ്രമേഹം, അർബുദം, ക്ഷയം, ദീർഘകാല ശ്വാസകോശ രോഗങ്ങൾ ഉൾപ്പെടെയുള്ള രോഗാവസ്ഥകളുടെ സാന്നിധ്യമുള്ളവരിലാണ് മരണനിരക്ക് കുതിച്ചുയരുന്നത്. മരിച്ച രോഗികളിൽ പലർക്കും ഒന്നിലേറെ രോഗാവസ്ഥകൾ ഉണ്ടായിരിക്കാനും സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. മറ്റു വാർത്തകളിലേക്ക്. കടങ്ങോട് വനപ്രദേശത്ത് അഗ്നിബാധ. മല്ലൻകുഴി മയിലാടുംകുന്ന് പ്രദേശത്ത് വനത്തിനോട് ചേർന്നുള്ള പറമ്പിലാണ് തീ പിടിച്ചിരിക്കുന്നത്. വൈകിട്ട് 5 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. പുല്ലും പാഴ്മരങ്ങളും നിറഞ്ഞ് ഒഴിഞ്ഞുകിടക്കുന്ന ഏക്കർ കണക്കിന് വരുന്ന പറമ്പിലാണ് തീ പടർന്നത്. വനത്തിലേക്ക് തീ പടരുന്നത് നാട്ടുകാർ ചേർന്നണച്ചു. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് പടരുന്നത് തടയാൻ ഫയർഫോഴ്സും നാട്ടുകാരും രംഗത്തുണ്ട്. വനപാലകരും പ്രദേശത്തെത്തിയിട്ടുണ്ട്. ഗുരുവായൂർ KSRTC ബസ് സ്റ്റാൻഡിൽ ബോംബ് പരിഭ്രാന്തി. സ്റ്റാൻഡിലെ പാഴ്സൽ ഓഫീസിൽ കണ്ട വസ്തു കണ്ടാണ് യാത്രക്കാരിൽ ആരോ ബോംബെന്ന രീതിയിൽ പ്രചരണം നടത്തിയത്. വാർത്ത പരന്നതോടെ ടെമ്പിൾ SHO C പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് എത്തി സംശയിക്കപ്പെട്ട വസ്തു മത്സ്യബന്ധന വലയും അനുബന്ധ സാമഗ്രിയുമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. ഇതോടെയാണ് 1 മണിക്കൂർ നീണ്ട പരിഭ്രാന്തിക്ക് അറുതിയായത്. 10ാം ക്ലാസ് +2 ബോർഡ് പരീക്ഷകളുടെ സമയക്രമം നിശ്ചയിച്ചു. മാർച്ച് 17 മുതൽ രാവിലെ +2 പരീക്ഷയും ഉച്ചയ്ക്ക് ശേഷം SSLC പരീക്ഷയും നടക്കും. നിലവിലെ സാഹചര്യം പരിഗണിച്ച് കൂടുതൽ ചോദ്യങ്ങൾ നൽകി അവയിൽ നിന്നും തെരഞ്ഞെടുത്ത് എഴുതാനുള്ള അവസരം നൽകുന്ന കാര്യം പരിശോധിക്കും. പരീക്ഷകൾ വിദ്യാർത്ഥി സൗഹൃദമായിരിക്കണമെന്ന് വെള്ളിയാഴ്ച ചേർന്ന വിദ്യാഭ്യാസ ഗുണമേന്മാ സമിതി യോഗം നിർദ്ദേശിച്ചു. ക്ലാസ് പരീക്ഷകൾക്ക് പ്രാധാന്യം നൽകും. വാർഷിക പരീക്ഷയ്ക്ക് മുന്നേ മാതൃകാ പരീക്ഷ നടത്തും. അതേസമയം കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളായി പ്രവർത്തിച്ചിരുന്ന സ്കൂളുകൾ ഈ മാസം അവസാനത്തോടെ ശുചീകരിക്കും. ഇതിനു പുറമെ 10-12 ക്ലാസുകളിലെ അധ്യാപകരിൽ എത്ര പേർ ഓരോ ദിവസവും എത്തണമെന്ന കാര്യവും സ്കൂളുകൾക്ക് ക്രമീകരിക്കാനുള്ള അവസരം നൽകും. അഗതിയൂരിൽ വീടിന്റെ ഒരു വശം തകർന്നു വീണു. വീടിന് പുറത്തുള്ള അടുക്കളയിൽ ഭക്ഷണം കഴിക്കുകയായിരുന്നതിനാൽ വയോധികയും മക്കളും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പോർക്കുളം അഗതിയൂർ വാരിയത്ത് പറമ്പിൽ വേലായുധന്റെ ഭാര്യ കുഞ്ഞാമയും മകൾ ശാന്തയുമാണ് അപകടത്തിൽ നിന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത്. തകർന്നു വീണ വീടിന്റെ കല്ലും മണ്ണിഷ്ടികകളും മറ്റും ആട്ടിൻകൂടിന്റെ മുകളിലേക്ക് വീണ 2 ആടുകൾ ചത്തു. വീടിനുള്ളിലെ TV ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നശിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച രാത്രി 9:30യോടെയായിരുന്നു സംഭവം. പകുതി പണി മാത്രം പൂർത്തിയായ വീടിന്റെ ഒരു വശം തകർന്ന് ആട്ടിൻകൂടിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. കൂട്ടുസ്വത്തായ സ്ഥലത്താണ് ഇവർ വീട് വെച്ച് താമസിക്കുന്നത്. ഇതിനാൽ ലൈഫ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിച്ചില്ല. ഭിത്തികൾ നിർമ്മിച്ചെങ്കിലും വീടിന്റെ മേൽക്കൂര നിർമ്മിക്കാൻ പണമില്ലാത്തതിനാൽ സാധിച്ചിട്ടില്ല. താൽക്കാലികമായി ടാർപോളിൻ കെട്ടിയാണ് മേൽക്കൂര തയ്യാറാക്കിയിട്ടുള്ളത്. വീട്ടിൽ പോയിട്ടപ്പോൾ കറണ്ട് പൊട്ടി പോയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ചോദിച്ചിട്ട് അവർ പറഞ്ഞു കാര്യങ്ങൾ ആടുങ്ങൾ കണ്ടോളം ചത്തു. കേൾവിക്കുറവുള്ള അമ്മയും മകളും ആടിനെ വളർത്തിയും വീടുകളിൽ പണിക്കുപോയുമാണ് ജീവിക്കുന്നത്. വീട് തകർന്നതോടൊപ്പം ആടുകൾ ചത്തതും ഇവർക്ക് ഉപജീവനമാർഗത്തിന് തടസ്സമായി. നിയുക്ത പഞ്ചായത്ത് അംഗം നിമിഷ വിഗേഷ് സ്ഥലം സന്ദർശിച്ചു. ഭരണസമിതി നിലവിൽ വന്നാലുടൻ ഇവർക്ക് അടിയന്തരമായി സഹായം അനുവദിക്കാൻ ശ്രമിക്കുമെന്ന് ഇവർ പറഞ്ഞു. വീടിന്റെ താൽക്കാലിക നിർമ്മാണ പ്രവൃത്തി നടത്തി താമസയോഗ്യമാക്കാൻ പോർക്കുളം BJP പഞ്ചായത്ത് കമ്മിറ്റി മുന്നോട്ട് വന്നിട്ടുണ്ട്. CCTV ന്യൂസ്, പെരുമ്പിലാവ്. BJP പ്രവർത്തകന്റെ ബൈക്ക് അജ്ഞാത സംഘം തീവെച്ച് നശിപ്പിച്ചതായി പരാതി. കുന്നംകുളം നഗരസഭ 27-ാം വാർഡിൽ താമസിക്കുന്ന ചെമ്മണ്ണൂർ പണിക്കെ വീട്ടിൽ പ്രസാദിന്റെ ബൈക്കാണ് അഗ്നിക്കിരയായത്.
വീട്ടിൽ വെച്ചിരുന്ന ബൈക്ക് എടുത്തുകൊണ്ടുപോയി കോതക്കുളം ചാലിൽ വെച്ചാണ് കത്തിച്ചിരിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. 11 മണിക്ക് ഇവർ ഉറങ്ങുന്ന സമയത്ത് വരെ വണ്ടി ഒരു വീട്ടിലുണ്ടായിരുന്നു. കാലത്ത് എനിക്ക് ജോലിക്ക് പോകാൻ നേരത്ത് നോക്കിയപ്പോൾ വണ്ടി കാണാനില്ല. അങ്ങനെ നമ്മൾ തെരഞ്ഞു നോക്കി കണ്ടപ്പോഴാണ് വളരെ ദയനീയമായ രീതിയിൽ അല്ലെങ്കിൽ വൃത്തിഹീനമായ രീതിയിൽ കത്തിച്ച് കളഞ്ഞു. നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ BJPയുടെ പ്രവർത്തനത്തിൽ വെറി പൂണ്ടിട്ട് ഏറ്റവും മുന്നിൽ വർക്ക് ചെയ്യുകയും നമ്മൾ നിസ്സാര വോട്ടിന് പരാജയപ്പെട്ടു. പക്ഷേ ആ ഒരു വൈരാഗ്യം ഇവർ വീട്ടിലെ മുഴുവൻ ആളുകളും നമ്മുടെ കൂടെ പ്രവർത്തിക്കാനും നമ്മളോട് സഹകരിക്കാനും ഉണ്ടായിരുന്നു. ആ ഒരു വൈരാഗ്യത്തിലാണ് ചെയ്തിട്ടുള്ളത്. പോലീസ് അനധികൃതമായി വെബ്സൈറ്റിലൂടെ റെയിൽവേ ടിക്കറ്റ് എടുത്ത് വിൽപ്പന നടത്തിയ ട്രാവൽസ് ഉടമ അറസ്റ്റിൽ. പുന്നയൂർക്കുളം കുന്നത്തൂർ സ്വദേശി സജീവിനെയാണ് റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത്. IRCTC വെബ്സൈറ്റിൽ നിന്നും വ്യക്തിഗത അക്കൌണ്ടിലൂടെയാണ് റെയിൽവേ ടിക്കറ്റ് എടുത്ത് വിൽപ്പന നടത്തിയിരുന്നത്. ഇത്തരം അക്കൌണ്ടിലൂടെ ടിക്കറ്റ് എടുക്കുവാൻ റെയിൽവേ വകുപ്പ് പരിധി നിശ്ചയിച്ചിരിക്കെ നിരന്തരമായി കൂടുതൽ ടിക്കറ്റ് ബുക്കിംഗ് ആവർത്തിച്ചതോടെയാണ് കുന്നത്തൂരിലെ ഓൺലൈൻ ട്രാവൽ സ്ഥാപനം RPF നിരീക്ഷണത്തിലായത്. ട്രാവൽ ഏജൻസികളും ഓൺലൈൻ സേവനങ്ങൾ ചെയ്യുന്ന സ്ഥാപനങ്ങളും ഇത്തരത്തിലുള്ള നിയമലംഘനത്തെപ്പറ്റി അജ്ഞരായതിനാലാണ് ഊരാക്കുടുക്കുകളിൽ ചെന്ന് ചാടുന്നത്. കഴിഞ്ഞ മാസങ്ങളിൽ ഈ സ്ഥാപനത്തിൽ നിന്നും 200ഓളം റെയിൽവേ ടിക്കറ്റുകളാണ് ഒരു വ്യക്തിഗത ഐഡിയിൽ നിന്നും ബുക്ക് ചെയ്ത് വിൽപ്പന നടത്തിയിട്ടുള്ളത്. ഇത്തരക്കാർക്ക് ടിക്കറ്റ് ബുക്കിംഗിന് അംഗീകൃത ലൈസൻസ് ആവശ്യമാണ്. അതില്ലാതെയാണ് പരിധിയിലധികം ടിക്കറ്റ് വിൽപ്പന നടത്തിയിട്ടുള്ളത്. വെള്ളിയാഴ്ച വൈകിട്ടാണ് RPF സംഘം ഓൺലൈൻ സ്ഥാപനത്തിലെത്തി പരിശോധന നടത്തിയതിനുശേഷം ട്രാവൽ ഉടമയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. CCTV ന്യൂസ് പുന്നയൂർക്കുളം. ചാവക്കാട് ടൗണിൽ റോഡിൽ അപകടക്കെണിയായി കുഴി. നടപടിയെടുക്കാതെ അധികൃതർ. മുനിസിപ്പൽ ഓഫീസിന് സമീപം ഗുരുവായൂർ കുന്നംകുളം റോഡിലാണ് ശുദ്ധജല പൈപ്പ് പൊട്ടി വലിയ കുഴി രൂപപ്പെട്ടിരിക്കുന്നത്. പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് വെള്ളം നിറഞ്ഞതോടെ ചെറിയ കുഴി വലിയ ഗർത്തമായി. ഇതോടെ ഇരുചക്ര യാത്രികർക്ക് ഇത് വലിയ ദുരിതക്കെണിയായി. വെള്ളം നിറഞ്ഞു കിടക്കുന്ന കുഴിയുടെ ആഴം അറിയാതെ നിരവധി ഇരുചക്ര വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത്. രാത്രികാലങ്ങളിൽ ഇവിടെ കാൽനടയാത്രക്കാരും അപകടത്തിൽപ്പെടുന്നുണ്ട്. കുഴിയിൽ നിന്നും വെള്ളം തെറിക്കുന്നത് വ്യാപാരികൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ്. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. മുണ്ടൂരിൽ കാറുകൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. പഴയങ്ങാടി സെന്ററിലുണ്ടായ അപകടത്തിൽ ദമ്പതികൾക്ക് പരിക്കേറ്റു. തൃശൂർ പെരിഞ്ചേരി നെല്ലായിൽ വീട്ടിൽ ഡോക്ടർ NK കുട്ടപ്പൻ, ഭാര്യ പ്രേമലത എന്നിവർക്കാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാത്രി 11:30യോടെയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരെ കേച്ചേരി എക്സ് പ്രവർത്തകർ തൃശൂർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാർത്തയിലേക്ക്. ചാവക്കാട് വഴിതർക്കവുമായി ബന്ധപ്പെട്ട് ഗൃഹനാഥൻ മരിച്ച സംഭവത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തു. മണത്തല ചക്കര വീട്ടിൽ മൊയ്തുട്ടി മകൻ പരീതിന്റെ മരണത്തിലാണ് തൃശൂർ സിറ്റി ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ബാബു K. തോമസിന്റെ നേതൃത്വത്തിൽ തുടർ അന്വേഷണം നടക്കുന്നത്. പരീതിന്റെ ഭാര്യ ജുമൈല നൽകിയ പരാതിയെ തുടർന്നാണ് ഉത്തരവ്. ശരിയായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ജുമൈല മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 5-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. സാരഥികളെ കണ്ടെത്താൻ പാർട്ടികൾ. ഇനി നാട്ടങ്കം. തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്ത. കടവല്ലൂർ പഞ്ചായത്തിൽ PI രാജേന്ദ്രൻ പ്രസിഡന്റ് ആയേക്കും. കടവല്ലൂർ ഈസ്റ്റിൽ നിന്നാണ് അദ്ദേഹം വിജയിച്ചത്. അതേസമയം ചില വാർഡുകളിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ തീർത്തും അപ്രതീക്ഷിതമായി. എല്ലാ കണക്കുകളും അപ്രസക്തമാക്കിയാണ് കടവല്ലൂരിലെ ജനങ്ങൾ ഇത്തവണ വോട്ട് ചെയ്തത്. ഉറച്ച ജയം കണക്കുകൂട്ടിയിരുന്ന പല വാർഡുകളും മറുപക്ഷത്തേക്ക് ചരിഞ്ഞത് മുന്നണികളെ ആശ്ചര്യപ്പെടുത്തി. 20 വർഷമായി CPM ഉരുക്കുകോട്ടയായിരുന്ന വട്ടമ്മാവ് വാർഡ് കൈവിട്ടത് LDFന് കടുത്ത നിരാശയായി. CPMന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ സ്ഥിരമായി മത്സരിച്ചിരുന്നത് ഇവിടെയായിരുന്നു. M. ബാലാജി, K. കൊച്ചനിയൻ, NK സതീദേവി തുടങ്ങിയ മുൻ പ്രസിഡന്റുമാർ മത്സരിച്ചു ജയിച്ചു കയറിയ ഉറച്ച സീറ്റായിരുന്നു വട്ടമ്മാവ്. കഴിഞ്ഞ തവണ 199 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് വിജയിച്ച പുത്തൻകുളം വാർഡ് 250 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ CPM പിടിച്ചെടുത്തത് UDFനും തിരിച്ചടിയായി. UDFന്റെ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന പ്രഭാത് മുല്ലപ്പള്ളി CPM പാനലിൽ മത്സരിച്ചു വിജയിച്ചതാണ് UDFനേറ്റ മറ്റൊരാഘാതം. രണ്ടാം വാർഡായ വടക്കുമുറിയിൽ നിന്നും 3 അംഗങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിയിലുണ്ടാകും. നസ്രത്ത് അബ്ദുൽ ഖാദർ, MK രാജേഷ്, KU നാസർ എന്നിവർ ഈ വാർഡിലെ താമസക്കാരാണ്. കടവല്ലൂർ ഈസ്റ്റിൽ നിന്നും വിജയിച്ച PI രാജേന്ദ്രൻ ഇത്തവണ പഞ്ചായത്ത് പ്രസിഡന്റാകുമെന്നാണ് ലഭ്യമാകുന്ന സൂചന. CCTV ന്യൂസ് പെരുമ്പിലാവ്. കാട്ടകമ്പൽ പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ചർച്ചകൾ സജീവമായി. CPMന് ഒറ്റയ്ക്ക്
പഞ്ചായത്തിൽ കേവല ഭൂരിപക്ഷമുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം SC വനിതാ സംവരണമാണ്. ഈ സ്ഥാനത്തേക്ക് 2 പേരാണ് CPM-ൽ നിന്നും ജയിച്ചിട്ടുള്ളത്. പെരുന്തുരുത്തി 4-ാം വാർഡിൽ നിന്ന് ജയിച്ച KS സിന്ധുവും 15-ാം വാർഡ് ചിറക്കയിൽ നിന്നും ജയിച്ച രേഷ്മയുമാണ് സംവരണ സീറ്റിൽ നിന്ന് ജയിച്ചത്. ഇതിനു പുറമെ വനിതാ സംവരണ സീറ്റായ ചിറക്കൽ വാർഡിലും SC വനിതയെ നിർത്തി CPM വിജയിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് സ്ഥാനം കൂടി തീരുമാനിച്ചതിന് ശേഷമേ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ. CPM-ലെ മുഴുവൻ പേരും പുതുമുഖങ്ങളായതിനാൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ പഴഞ്ഞി ലോക്കൽ കമ്മിറ്റികളുടെയും കൂടിയാലോചനകൾക്ക് ശേഷമേ തീരുമാനിക്കുകയുള്ളൂ. CPI-CPM പോര് മൂലം LDF-ന് നഷ്ടമായത് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം. UDF-ന് നിർണായക സ്വാധീനമുള്ള ബ്ലോക്കിൽ ഇക്കുറി കഷ്ടിച്ചാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഭരണം നിലനിർത്തിയത്. 15 മുതൽ 19 വരെയുള്ള വാർഡുകളും 1-ാം വാർഡും ചേർന്നതാണ് അണ്ടത്തോട് ബ്ലോക്ക് ഡിവിഷൻ. ഇതിൽ 15, 17, 18 എന്നീ വാർഡുകളിൽ LDF സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത്. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ അണ്ടത്തോട് ബ്ലോക്ക് ഡിവിഷനിലാണ് CPI-CPM പോരുമൂലം ഭരണം നഷ്ടപ്പെടുന്ന സ്ഥിതിയുണ്ടായത്. CPIയുടെ സീറ്റായിരുന്ന അണ്ടത്തോട് ബ്ലോക്ക് ഡിവിഷനിൽ ഒരു തവണ CPI പ്രതിനിധി പ്രവീൺ പ്രസാദ് വിജയിക്കുകയും ബ്ലോക്ക് പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റാവുകയും ചെയ്തിട്ടുണ്ട്. CPIയോട് ആവശ്യപ്പെട്ട പ്രകാരം പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുകയാണെങ്കിൽ പിന്തുണ നൽകാമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ഇത് വിസമ്മതിച്ച ഫൈസൽ തേച്ചംപുരയ്ക്കൽ CPM പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിൽക്കുകയാണുണ്ടായത്. തുടർന്ന് ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി നജീർ മാളിയേക്കലിനെ LDF നിർത്തുകയായിരുന്നു. CPM മെമ്പറായിരുന്ന വിമത സ്ഥാനാർത്ഥിയായ ഫൈസലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നും CPI ആവശ്യപ്പെട്ടെങ്കിലും പ്രാവർത്തികമായില്ല. എന്നാൽ CPI മത്സരിക്കുന്ന 1-ാം വാർഡ് ഒഴികെ തീരദേശത്തെ മറ്റു വാർഡുകളിൽ LDF പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്കൊപ്പം വിമത സ്ഥാനാർത്ഥിയും വീടാന്തരം കയറിയിറങ്ങി വോട്ട് അഭ്യർത്ഥിച്ചിരുന്നു. 15-ാം വാർഡിൽ കൺവെൻഷനിൽ നിന്ന് ഔദ്യോഗിക സ്ഥാനാർത്ഥിയായ നജീറിനെയും CPI ലോക്കൽ സെക്രട്ടറിയും പുന്നയൂർകുളം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന പ്രവീൺ പ്രസാദിനെയും പങ്കെടുപ്പിക്കാതെ വിമത സ്ഥാനാർത്ഥിയെ പങ്കെടുപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് ചുരുക്കം ചില CPI പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് വാർഡുകളിലും കയറിയിറങ്ങി വോട്ട് അഭ്യർത്ഥിച്ചത്. അണ്ടത്തോട് ഡിവിഷനിൽ നിന്നും വിജയിച്ച UDF സ്ഥാനാർത്ഥിയായ മന്നലാംകുന്ന് മുഹമ്മദ് ഉണ്ണിക്ക് 2541 വോട്ടുകളും CPM-നൊപ്പം വിമത സ്ഥാനാർത്ഥിക്ക് 1960 വോട്ടും ഔദ്യോഗിക സ്ഥാനാർത്ഥിയായ നജീർ മാളിയേക്കലിന് 817 വോട്ടും ലഭിച്ചു. 581 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് UDF സ്ഥാനാർത്ഥി വിജയിച്ചത്. LDF ഒറ്റക്കെട്ടായി മത്സരിക്കുകയായിരുന്നുവെങ്കിൽ 236 വോട്ട് നേടി LDF-ന് 13 അംഗങ്ങളുള്ള ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. നിലവിലെ കക്ഷിനില അനുസരിച്ച് UDF-ന് 7 സീറ്റുകളും LDF-ന് 6 സീറ്റുമാണ് ലഭിച്ചിട്ടുള്ളത്. നിരവധി എതിർപ്പുകൾക്കൊടുവിലും ചുരുക്കം ചില പ്രവർത്തകരുമായി പ്രവർത്തനം നടത്തിയ CPI-ക്ക് 817 വോട്ട് കിട്ടിയത് ചില്ലറ കാര്യമല്ലെന്നും CPI തീരദേശ മേഖലയിൽ ശക്തി തെളിയിച്ചതായും നേതൃത്വം അവകാശപ്പെട്ടു. കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിയും IT സെൽ കൺവീനറുമായ പ്രഭാകരൻ പുഴങ്കര BJP-യിൽ ചേർന്നു. കോൺഗ്രസിന്റെ അധപതനവും നേതാക്കളുടെ തെറ്റായ നയങ്ങളിലും പ്രതിഷേധിച്ചാണ് പാർട്ടി വിട്ടതെന്ന് ഇദ്ദേഹം പറഞ്ഞു. BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. തെരഞ്ഞെടുപ്പിനിടെ കോൺഗ്രസിന്റെ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റീന പോൾസന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ CPM-ൽ ചേർന്നിരുന്നു. ഇവരെ നേരത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയെങ്കിലും മണ്ഡലം സെക്രട്ടറി BJP-യിൽ ചേർന്നത് തെരഞ്ഞെടുപ്പ് തോൽവിക്കൊപ്പം കോൺഗ്രസിന് കനത്ത തിരിച്ചടിയായി. വരവൂരിലെ പ്രമുഖ കോൺഗ്രസ് നേതാവ് CPM-ലേക്ക്. ദീർഘകാലം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും UDF ചെയർമാനുമായിരുന്ന M വീരചന്ദ്രനാണ് പാർട്ടി വിട്ട് CPM-ലേക്ക് പോകുന്നത്. നേതൃത്വത്തിന്റെ പിടിപ്പുകേടിലും തുടർച്ചയായ അവഗണനയിലും പ്രതിഷേധിച്ചാണ് മേഖലയിലെ പ്രധാന കോൺഗ്രസ് നേതാവ് പാർട്ടി വിട്ട് CPM-ലെത്തുന്നത്. ജനകീയ വിഷയങ്ങളിൽ ഇടപെടാതെ തീർത്തും നിർജ്ജീവമാണ് കോൺഗ്രസ് എന്ന് വീരചന്ദ്രൻ പറഞ്ഞു. പൗരത്വ വിഷയത്തിലും മറ്റു പ്രാധാന്യമുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലും ഇടപെടാതെ നോക്കി നിൽക്കുന്ന സമീപനമായിരുന്നു പാർട്ടിയുടേത്. കഴിഞ്ഞ തവണ കോൺഗ്രസ് മെമ്പറായിരുന്ന തനിക്ക് ഇക്കുറി സീറ്റ് നിഷേധിച്ചു. വിമതനായി നിന്ന വാർഡിൽ നിന്നും വിജയിച്ചത് ജനങ്ങൾക്ക് തന്നിലുള്ള വിശ്വാസമാണ് തെളിയിക്കുന്നത്. വികസന തുടർച്ചയ്ക്കും ജനപക്ഷത്ത് നിൽക്കാനും ഇടതുപക്ഷമാണ് ശരിയായ നിലപാട് സ്വീകരിക്കുന്നത്. അതിനാൽ അവരോടൊപ്പം ചേർന്ന് പോകുമെന്നും അദ്ദേഹം CCTV-യോട് പറഞ്ഞു. എൻ്റെ ലക്ഷ്യം വികസനമാണ്. കാരണം നമുക്ക് നാടിൻ്റെ വികസനമാണ് ആവശ്യമല്ല. അതിപ്പോൾ നമ്മൾ MLA ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് വെറുതെ പഞ്ചായത്തിൽ പോകാനല്ല, ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ജനങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ഒരു ജനപ്രതിനിധിയായിട്ട് മാറാനാണ് ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ ശ്രമിച്ചിട്ടുള്ളത്. അതുതന്നെ എൻ്റെ തുടർ പ്രവർത്തനം. അതിന് എനിക്ക് ഈ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണമെങ്കിൽ CPM-ൻ്റെ കൂടെ പോയാൽ മാത്രമേ പറ്റൂ. അതാണ് വികസനത്തിൻ്റെ ഒരു മുഖമുദ്ര എന്ന് ഞാൻ മനസ്സിലാക്കി. അതിൻ്റെ പേരിലാണ് ഞാൻ അവരുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്.
14-അംഗ ഭരണസമിതിയിൽ കോൺഗ്രസിനും ലീഗിനും ഓരോ പ്രതിനിധികൾ മാത്രമാണ് ഇക്കുറിയുള്ളത്. 11 പേർ ഇടതുപക്ഷത്തുണ്ട്. വീരചന്ദ്രന്റെ കൂടി പിന്തുണയാകുന്നതോടെ 12 പേരാകും ഭരണപക്ഷത്ത്. ഇത്തവണ പഞ്ചായത്തിലെ 4-ാം വാർഡ് പിലാക്കാട് നിന്നാണ് ശക്തമായ മത്സരത്തിനൊടുവിൽ 4 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വീരചന്ദ്രൻ വിജയിച്ചത്. തളി ന്യൂസ് ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. ചാവക്കാട് നഗരസഭയിൽ ഇടത് കാറ്റ് ആഞ്ഞു വീശിയിട്ടും 9-ാം വാർഡിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് UDF സ്ഥാനാർത്ഥി KV സത്താർ. ചാവക്കാട് മുതുവട്ടൂർ കറുപ്പംവീട്ടിൽ സത്താറാണ് 315 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മിന്നും ജയം സ്വന്തമാക്കിയത്. ചാവക്കാട് നഗരസഭയിലെ UDF സ്ഥാനാർത്ഥികളിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമാണ് സത്താറിന്റേത്. CPIയിലെ ദിലീപ് അത്തിക്കോട്ടിനെ 438 വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. ഏറെക്കാലം ആധിപത്യം പുലർത്തിയിരുന്ന പല വാർഡുകളും UDFന് നഷ്ടമായി. എന്നാൽ വാർഡിൽ മുഴുവൻ സമയം ഇടപെടുകയും ജനങ്ങളുടെ ആവശ്യങ്ങൾക്കൊപ്പം മുന്നേറിയതുകൊണ്ടാണ് ഈ വിജയം കൈവരിക്കാൻ സാധിച്ചതെന്നും ഒത്തൊരുമയോടെ UDF പ്രവർത്തകർ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച അംഗീകാരമാണ് ഈ വിജയമെന്നും KV സത്താർ പറയുന്നു. ചിട്ടയായ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വാർഡിൽ മികച്ച വിജയം നേടാൻ UDFന് കഴിഞ്ഞത്. ഈ വാർഡിലെ UDF പ്രവർത്തകർ ഒത്തൊരുമിച്ച് ഈ വാർഡിൻ്റെ ജനാധിപത്യ വിശ്വാസികളുടെ മുന്നിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്തു കൊടുത്ത പ്രവർത്തനത്തിന് കിട്ടിയ ഒരു അംഗീകാരമാണ് ഈ വിജയം. KSU താലൂക്ക് സെക്രട്ടറിയായിരുന്ന സത്താർ നിലവിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയും ഗുരുവായൂർ കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഡയറക്ടറുമാണ്. 25 വർഷമായി രാഷ്ട്രീയ പൊതുപ്രവർത്തനങ്ങളിൽ സജീവമാണ്. 2010-ൽ സത്താർ 117 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ 9-ാം വാർഡ് LDFൽ നിന്നും പിടിച്ചെടുത്തു. 2015-ൽ UDF പ്രതിനിധി ശാന്ത സുബ്രഹ്മണ്യൻ വിജയിച്ച വാർഡിൽ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ നാടിന്റെ വിശ്വാസവും ജനപിന്തുണയും സത്താറിന് നേടാൻ കഴിഞ്ഞു. CCTV ന്യൂസ് ചാവക്കാട്. മറ്റു വാർത്തകളിലേക്ക്. പ്രസിദ്ധമായ നെല്ലുവായ് ശ്രീ ധന്വന്തിരി ക്ഷേത്രത്തിലെ ഏകാദശി മഹോത്സവത്തിനോടനുബന്ധിച്ച് നടത്തുന്ന വിളക്കാചാര ചടങ്ങ് നടന്നു. ഡിസംബർ 25 വെള്ളിയാഴ്ചയാണ് വൈകുണ്ഠം ഏകാദശി ആഘോഷിക്കുന്നത്. COVID-19 സാഹചര്യത്തിൽ ചടങ്ങുകൾ മാത്രമായാണ് ഏകാദശി ആഘോഷങ്ങൾ നടക്കുന്നത്. മറ്റാഘോഷങ്ങൾ ഓൺലൈൻ വഴി സംഘടിപ്പിക്കും. 23-ന് വൈകിട്ട് ചെറുതേവർ ദിനാചരണ ഘോഷയാത്രയും വൈദ്യസംഗമവും നടക്കും. ഏകാദശി ദ്വാദശി ദിവസങ്ങളിൽ നടത്തിവരാറുള്ള പ്രസാദകൂട്ട് ഇത്തവണ ഉണ്ടായിരിക്കുന്നതല്ല. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഏകാദശി ചടങ്ങുകൾ നടത്തുക. വിളക്കാചാര ചടങ്ങിനോടനുബന്ധിച്ച് രാവിലെ ഉദയാസ്തമന പൂജ, നവകം, പഞ്ചഗവ്യം, ശ്രീഭൂതബലി എന്നിവയും വൈകിട്ട് ചുറ്റുവിളക്ക്, നിറമാല, നാദസ്വരം, വിളക്കിനെഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, മേളം, ഇടയ്ക്ക് പ്രദക്ഷിണം എന്നിവയും നടന്നു. പൂജകൾക്ക് തന്ത്രി കീഴ്മുണ്ടേർ പരമേശ്വരൻ നമ്പൂതിരി, മേൽശാന്തി ചിത്രകുമാർ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ദേവസ്വം ഓഫീസർ പ്രദീപ് കുമാർ നേതൃത്വം നൽകി. വാർത്തയിലേക്ക്. ചാവക്കാട് പുന്നാട് ക്ഷേത്രകുളത്തിൽ നിന്നും വലിയ മത്സ്യങ്ങൾ മോഷണം പോയതായി പരാതി. മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രകുളത്തിൽ വളർത്തിയിരുന്ന ഏകദേശം 30,000 വിലമതിക്കുന്ന 1000 തിലോപ്പിയയാണ് മോഷണം പോയത്. ഒരെണ്ണത്തിന് ഏകദേശം 250 ഗ്രാം തൂക്കം വരുമെന്ന് പറയുന്നു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വരുമാനമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ക്ഷേത്ര ധർമ്മശാസ്ത്ര ട്രസ്റ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ജൂണിലായിരുന്നു കൃഷി ആരംഭിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് തീറ്റ കൊടുക്കാൻ പോയപ്പോഴാണ് മത്സ്യം കളവ് പോയതായി ശ്രദ്ധയിൽപ്പെട്ടത്. ട്രസ്റ്റ് ഭാരവാഹികൾ ചാവക്കാട് പോലീസിൽ പരാതി നൽകി. കോവിഡ് മൂലം പൂട്ടിക്കെട്ടിയ കളിമൺ ഉൽപ്പന്നങ്ങളുടെ കെട്ടഴിച്ച് അതിജീവന പോരാട്ടവുമായി കുമ്പാര സമുദായ അംഗങ്ങൾ. കളിമൺ ഉൽപ്പന്നങ്ങളുടെ വിപണി സജീവമാകുന്നതോടെ വലിയ പ്രതീക്ഷയിലാണ് ഈ വിഭാഗം. നിതീഷ് വേലൂർ തയ്യാറാക്കിയ റിപ്പോർട്ട്. തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി റെയിൽവേ മേൽപ്പാലത്തിനടുത്തെ പാതയോരത്ത് കളിമൺ പാത്ര വിപണി സജീവമായി തുടങ്ങി. സാനിറ്റൈസറും മാസ്കുമൊക്കെയായി കോവിഡ് പ്രതിരോധം തീർത്താണ് വിൽപ്പന. അപ്രതീക്ഷിതമായി എത്തിയ മഹാമാരി കുംഭാര സമുദായാംഗങ്ങളുടെ ജീവിതം പാടെ തകർത്തെറിഞ്ഞിരുന്നു. വായ്പയെടുത്തും കടം വാങ്ങിയും സ്വരൂപിച്ച പണവുമായി നിർമ്മിച്ച ഉൽപ്പന്നങ്ങളെല്ലാം സംസ്ഥാന പാതയോരത്തും വീടുകളിലുമായി കെട്ടിക്കിടപ്പായതോടെ മറ്റൊരു ജോലിയും വശമില്ലാത്ത ഇവർക്ക് കോവിഡ് കാലം പട്ടിണിയുടെ നാളുകളായി. ലോക്ഡൌൺ ഇളവുകളെ തുടർന്ന് പതിയെ വിപണി തിരിച്ചുപിടിക്കുകയാണ് ഇവർ. അലങ്കാര വസ്തുക്കളുടെയും ശ്രീകൃഷ്ണൻ, ഗണപതി, ബുദ്ധൻ തുടങ്ങിയ മനോഹര ശില്പങ്ങളുടെയും മികച്ച ശേഖരം തന്നെയുണ്ട് ഇവിടെ. കൂടാതെ വിവിധ വലിപ്പത്തിലുള്ള ചട്ടികൾ, കലം, കുടിവെള്ള ടാപ്പ് ഉൾപ്പെടെയുള്ള മൺകൂജ, പുട്ടുകുറ്റി തുടങ്ങിയ കളിമൺ പാത്രങ്ങളുടെ വൈവിധ്യ ശേഖരവുമുണ്ട്. റെഡിമെയ്ഡ് ഹോമകുണ്ടവും ചെടിച്ചട്ടികളിലുമൊക്കെ കളിമണ്ണുകൊണ്ടുള്ള വൈദഗ്ധ്യം തന്നെയാണ് വെളിവാക്കുന്നത്. കച്ചവടം കുറവാണെന്നും വാങ്ങാൻ വരുന്നവരുടെ വിലപേശൽ പ്രശ്നമാണെങ്കിലും വിൽപ്പന പുനരാരംഭിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് കളിമൺ പാത്ര വിൽപ്പനക്കാരൻ ഓടാട്ടുവളപ്പിൽ വീട്ടിൽ രമേശ് പറഞ്ഞു. കച്ചവടങ്ങളൊക്കെ മോശമാണ്, ലോക്ക്ഡൌണൊക്കെ ആയിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ മൂവിങ് ആയി വരുന്നുള്ളൂ. പക്ഷെ എന്നാലും വളരെ മോശമാണ് കച്ചവടമൊക്കെ ആയി വരുന്നു പ്രതീക്ഷിക്കുന്നു.
പ്ലാസ്റ്റിക്കിനോട് നാട് യുദ്ധം പ്രഖ്യാപിച്ചതു മുതൽ കളിമൺ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. നിലത്തു വീണുടഞ്ഞാലും അവനവന്റെ ആരോഗ്യം നിലനിൽക്കും എന്നതാണ് പ്രധാനമെന്നും ഇവർ പറയുന്നു. അതേസമയം കുംഭാര സമുദായാംഗങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾക്ക് പരിഹാരം കാണാൻ നടപടി ഉണ്ടാകണമെന്ന ആവശ്യവും ശക്തമാണ്. സിസിടിവി ന്യൂസ്, വേലൂർ. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ തീപിടുത്തം. ലേഡീസ് ഹോസ്റ്റലിന് സമീപത്ത് കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലത്താണ് അഗ്നിബാധയുണ്ടായത്. കൂട്ടിയിട്ടിരുന്ന മാലിന്യത്തിന് ആരോ തീയിട്ടതിനെ തുടർന്നാണ് തീ ആളിപ്പടർന്നത്. നാട്ടുകാരും ഗുരുവായൂരിൽ നിന്നെത്തിയ അഗ്നിശമന സേനാംഗങ്ങളും ചേർന്നാണ് തീ അണച്ചത്. ക്യാമ്പസിനകത്ത് പലയിടത്തും കാട് പിടിച്ചു കിടക്കുന്ന സ്ഥിതിയിലാണ്. അനശ്വര സംഗീത പ്രതിഭ ജോബ് മാസ്റ്ററുടെ മകൻ അജയ് ജോസഫ് സിനിമാ സംഗീത സംവിധാന രംഗത്തേക്ക്. മലയാളികളുടെ ഹൃദയരാഗമായി മാറിയ അല്ലിയാമ്പൽ കടവിലെന്ന രയ്ക്കുവെള്ളം എന്ന ഗാനം ഒരുക്കി നമ്മെ വിസ്മയിപ്പിച്ച അനശ്വര സംഗീതജ്ഞൻ ജോബ് മാസ്റ്ററുടെ മകനും ശ്രദ്ധേയനായ സംഗീത സംവിധായകനുമായ അജയ് ജോസഫാണ് പ്രദീപ് നാരായണൻ സംവിധാനം ചെയ്യുന്ന കൽക്കണ്ടം എന്ന ചിത്രത്തിലൂടെ ചലച്ചിത്ര സംഗീത സംവിധായകന്റെ മേലങ്കി അണിയുന്നത്. കഴിഞ്ഞ ദിവസം ചിത്രത്തിലെ 2 ഗാനങ്ങളുടെ റെക്കോർഡിംഗ് പൂർത്തിയായി. ഗാനങ്ങളുടെ റിലീസ് ഉടനെ നടക്കും. വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളുള്ള മനുഷ്യരെക്കുറിച്ചുള്ള ശ്രദ്ധേയ ഡോക്യുമെന്ററി വേറിട്ട കാഴ്ചകളുടെ സഹസംവിധായകൻ കൂടിയായ പ്രദീപ് നാരായണൻ സംവിധാനം ചെയ്യുന്ന കൽക്കണ്ടത്തിൽ പ്രമുഖ ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ് എഴുതിയ ആലിൻ കൊമ്പിൽ കുടമണി കെട്ടിയ നാടോടിക്കാറ്റ് എന്ന ഗാനം ആലപിച്ചത് പ്രശസ്ത ഗായകനും മികച്ച ഗായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ നജീം അർഷാദാണ്. കൊമ്പിൽ കുടമണി കെട്ടിയ നാടോടിക്കാറ്റേ, താളം കൊട്ടാൻ കലവില പറയാൻ കൂടെ പോനാട്ടേ, ഓലെ ഞാലി പാടി വരും പൂവാലൻ കിളി പാടി വരും, ആ വഴി വഴി കയറിയിറങ്ങി പോകാം പോകാം. പത്രപ്രവർത്തകനും നവാഗത ഗാനരചയിതാവുമായ ഷംസുദ്ദീൻ കുട്ടോത്ത് എഴുതിയ പായുന്നു മേഘം മേലെ ഓർമ്മകൾ പോലെ എന്ന ഗാനം ആലപിച്ചത് പ്രശസ്ത ഗായകൻ അഭിജിത്ത് കൊല്ലവുമാണ്. പായുന്നു മേഘം മേലെ ഓർമ്മകൾ പോലെ ഈ വഴിയും പൂക ചൂടുന്നു. ഈ ഗാനങ്ങൾക്ക് വേണ്ടിയാണ് അജയ് ജോസഫ് സംഗീതം ഒരുക്കിയത്. ഇതോടെ അജയ് ജോസഫ് മലയാള സിനിമാ സംഗീത സംവിധാന രംഗത്തേക്ക് ചുവടുവയ്ക്കുകയാണ്. പ്രശസ്തനായ സംഗീത സംവിധായകന്റെ മകനായിട്ടും സിനിമയിലേക്ക് പ്രവേശിക്കാൻ കഴിയാതിരുന്നത് ആ മേഖലയിലേക്ക് ഇതുവരെ വഴി തുറന്നു കിട്ടാതിരുന്നതുകൊണ്ടാണെന്ന് അജയ് ജോസഫ് പറയുന്നു. ഇപ്പോൾ മലയാളത്തിലെ പ്രമുഖ പ്രൊഡക്ഷൻ കൺട്രോളറും എഴുത്തുകാരനുമായ ഷാജി പട്ടിക്കരയാണ് ആദ്യമായി സിനിമയിൽ സംഗീത സംവിധാനം നിർവഹിക്കാൻ അവസരം നൽകിയത്. അതിൽ ഒത്തിരി സന്തോഷമുണ്ട്, അജയ് പറഞ്ഞു. തീർച്ചയായിട്ടും ഈ സിനിമയിലേക്കുള്ള ചാൻസിനെ കുറിച്ച് അത് നമ്മൾ സ്മരിക്കുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ജെയിംസിനെ ഓർക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ജെയിംസാണ് എനിക്ക് ഈ പ്രൊഡക്ഷൻ കൺട്രോളർ ഷാജി പട്ടിക്കരയുമായിട്ട് ഒരു ബന്ധം തന്നത്. അദ്ദേഹമാണ് എന്നെ ഷാജി പട്ടിക്കര പ്രൊഡക്ഷൻ കൺട്രോളർക്ക് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പുതിയ പടം പ്രദീപ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ഷാനു സമദ് സ്ക്രിപ്റ്റ് എഴുതുന്ന കൽക്കണ്ടം എന്ന സിനിമയിൽ 2 പാട്ടുകൾ ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് അങ്ങനെ ലഭിച്ചിരിക്കുകയാണ്. നൂറുകണക്കിന് സംഗീത ആൽബങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ച തനിക്ക് ആദ്യമായി സിനിമയിൽ സംഗീതം ഒരുക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. സിനിമയ്ക്ക് വേണ്ടി മനോഹരങ്ങളായ 2 ഗാനങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ട്. തന്റെ പിതാവ് ഒരുക്കിയ അല്ലിയാമ്പൽ കടവിലെന്ന നരയ്ക്കുവെള്ളം എന്ന ഗാനം പോലെ തലമുറകൾ ഏറ്റുപാടുന്ന ഒരു പാട്ടിന് സംഗീതം നൽകുക എന്നതാണ് തന്റെ സ്വപ്നമെന്നും അജയ് ജോസഫ് പറയുന്നു. ചിത്രീകരണം പൂർത്തിയായ കൽക്കണ്ടത്തിലെ ഗാനങ്ങൾ ഉടനെ റിലീസ് ചെയ്യും. രാജാമണി, രമേശ് പിഷാരടി, നോബി, ഉല്ലാസ് പന്തളം, ടോഷ് ക്രിസ്റ്റി, സുന്ദർ പാണ്ഡ്യൻ, മാസ്റ്റർ ഗൗരവ് മേനോൻ, മാസ്റ്റർ ആദിഷ് പ്രവീൺ, മിനോൺ, അശോക് കുമാർ, സൈമൺ പാവർട്ടി, സുരഭി ലക്ഷ്മി, സ്നേഹ ശ്രീകുമാർ, അക്ഷര കിഷോർ തുടങ്ങിയവരാണ് ചിത്രത്തിലെ അഭിനേതാക്കൾ. ഫുൾമാർക്ക് സിനിമയുടെ ബാനറിൽ നിർമ്മിക്കുന്ന കൽക്കണ്ടത്തിന്റെ കഥ ആൻസൺ ആന്റണിയും ഷാനു സമദുമാണ്. തിരക്കഥാ സംഭാഷണവും ഷാനു സമദ് തന്നെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. കനകരാജ് ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിലെ ഗാനങ്ങൾ റഫീഖ് അഹമ്മദ്, ഷംസുദ്ദീൻ കുട്ടോത്ത് എന്നിവരാണ് എഴുതിയിരിക്കുന്നത്. ഷബീർ അലി കലാസംവിധാനവും രാധാകൃഷ്ണൻ മങ്ങാട് വസ്ത്രാലങ്കാരവും നിർവഹിക്കുന്ന ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ഷാജി പട്ടിക്കരയാണ്. VT ശ്രീജിത്ത് ചിത്രസംയോജനവും അഷ്റഫ് ഗുരുക്കൾ സംഘടന സംവിധാനവും മണികണ്ഠൻ മരത്താക്കര മേക്കപ്പും നിർവഹിക്കുന്ന ചിത്രത്തിന്റെ PRO PN സുമേരനാണ്. തലമുറയായി മൂളുന്ന അല്ലിയാമ്പൽ കടവിലെന്ന് എന്ന മധുരമൂറുന്ന ഗാനം മലയാളിക്കായി ഒരുക്കിയ ജോബ് മാസ്റ്ററുടെ മകൻ സംഗീത സംവിധാന രംഗത്തേക്ക് കടന്നുവരുമ്പോൾ വാനോളം പ്രതീക്ഷയിലാണ് സംഗീതാസ്വാദകർ. കൽക്കണ്ടം പോലെ മധുരിക്കുന്ന ഗാനങ്ങൾ അജയ് ജോസഫിലൂടെ മലയാളത്തിന് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മലയാളികൾ.
തിര തിര വെള്ളിത്തിര കടലല പോൽ ജനനിര പല നാട്ടിൽ പടയോട്ടം കൊടിനാട്ടിയ സിനിമാപ്പുര കിതച്ചു നിൽക്കണ ലോകം നമ്മൾ പിടിച്ചു നിൽക്കുക വേണം പൊടി പിടിച്ച സീറ്റുകൾ തുടച്ചു വരുമിനി ഇടിച്ചു കയറണ കാലം. CCTV ന്യൂസ് കേച്ചേരി. ഡൽഹി കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് മറ്റം ഫൊറോന സമിതി കുന്നംകുളം സെന്ററിൽ ഐക്യദാർഢ്യ ജ്വാല തെളിയിച്ചു. നഗരകേന്ദ്രത്തിൽ നടന്ന ഐക്യദാർഢ്യ സദസ്സ് ഫാദർ ക്രിസ്റ്റോ പെരുമാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. മറ്റം ഫൊറോന കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ചൂണ്ടൽ അധ്യക്ഷനായിരുന്നു. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം ജില്ലാ സെക്രട്ടറി വർഗീസ് നീലങ്കാവിൽ, പ്രവർത്തകരായ ജോൺസൺ കാക്കശ്ശേരി, MO ഫിലിപ്പ്, CL തോമസ്, ലില്ലി ആന്റണി, CJ ജോൺസൺ തുടങ്ങിയവർ പങ്കെടുത്തു. കാർഷിക രാജ്യമാണ്. 50% കർഷകരെ സംരക്ഷിക്കേണ്ട നിലപാടുകളാണ്. കാട്ടകമ്പാൽ കോൾപ്പാടങ്ങളിൽ ഇത്തവണ തമിഴ് നാടൻപാട്ടിന്റെ താളം ഉയരുന്നു. തഞ്ചാവൂരിൽ നിന്ന് കുടുംബസമേതമെത്തിയ തമിഴ് സംഘങ്ങളാണ് ഇത്തവണ കോൾപ്പടവുകളിൽ ഞാറു നടുന്നത്. തമിഴ് ഈരടികളും കുടുംബവിശേഷങ്ങളും പങ്കുവച്ച് ഇവർ കോൾപ്പാടങ്ങളെ പച്ചവിരിക്കുകയാണ്. മുൻവർഷങ്ങളിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനത്തു നിന്നുമെത്തിയ പുരുഷ തൊഴിലാളികളാണ് ഞാറു നട്ടിരുന്നത്. കോവിഡ് മൂലം ഇവർ നാട്ടിലേക്ക് മടങ്ങിയതോടെ ഈ സീസണിലെ പുഞ്ചകൃഷിയെപ്പറ്റി കർഷകർ ആശങ്കയിലായിരുന്നു. ഞാറു നടാൻ ആവശ്യത്തിന് തൊഴിലാളികളെ കിട്ടില്ലെന്ന സംശയത്തിലായിരുന്നു കർഷകർ. യന്ത്രവൽകൃത ഞാറുനടിയിലിനുള്ള സാധ്യതയും കർഷകർ നോക്കിയിരുന്നു. എന്നാൽ ചെളി നിറഞ്ഞ കോൾപ്പാടങ്ങളിൽ യന്ത്രവൽകൃത ഞാറുനടിയിൽ വിജയിക്കില്ലെന്ന സംശയം ഉയർന്നതോടെ ഈ രീതിയും കർഷകർ ഉപേക്ഷിച്ചു. സ്ത്രീകളും പുരുഷന്മാരുമടങ്ങുന്ന തമിഴ് സംഘം മലയാളി തൊഴിലാളികൾക്ക് സമാനമായ രീതിയിലാണ് ഞാറു നടുന്നതെന്ന് കർഷകർ പറയുന്നു. എന്താണ് ഒരു ചെലവ്? മൊത്തത്തിൽ ഒരു 60 ആളുണ്ടാവും. 60 ആൾ വന്നിട്ടുണ്ട്. അവരുടെ ചെലവ് കൂടുതലാണ്. കൊല്ലം ഒരു കഴിഞ്ഞ കൊല്ലം 4000 കൊടുത്താണ്. ഇപ്പോൾ അത് 5000 ആയി വരുന്നുണ്ട്. ഏക്കർക്ക് 5000. 4500 കൊടുക്കും. ചെലവും കൊടുക്കണം. മറ്റേക്കാളും ഗുണം ഉണ്ട്. ഒരുപാട് മെച്ചാണ് തമിഴ് ആൾക്കാർ. ഉത്തരേന്ത്യയിൽ നിന്നുള്ള തൊഴിലാളികൾ അതിവേഗം ഞാറുനടിയിൽ പൂർത്തിയാക്കുമെങ്കിലും നെൽച്ചെടികൾ തമ്മിൽ അകലം കൂടുതലുള്ളതിനാൽ വിളവ് കുറയുമെന്ന് കർഷകർ പറയുന്നു. തമിഴ് സംഘങ്ങളുമായി സംസാരിക്കാൻ എളുപ്പമാണെന്നതും കർഷകർക്ക് ആശ്വാസമാണ്. ഏക്കറിന് 4500, 5000 തോതിലാണ് ഇവർ ഞാറുനടുന്നത്. ഭക്ഷണമെല്ലാം ഇവർ തന്നെ പാചകം ചെയ്ത് പാടശേഖരങ്ങളിൽ അതിരാവിലെ തന്നെ ഇവർ ഞാറു പറിക്കാനെത്തും. ഉച്ചയോടെ പറിച്ച ഞാറുകൾ കെട്ടുകളാക്കി പാടങ്ങളിലേക്ക് പോകുന്ന ഇവർ ഇത് മുഴുവൻ നട്ടിട്ടാണ് മടങ്ങുന്നത്. CCTV ന്യൂസ് പെരുമ്പിലാവ്. ഗുരുവായൂർ ദേവസ്വത്തിലെ LD ക്ലർക്ക് തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്കുള്ള OMR പരീക്ഷ 2021 ജനുവരി 10 ഉച്ചയ്ക്ക് 1:30 മുതൽ 3:15 വരെ തൃശൂർ, എറണാകുളം എന്നീ ജില്ലകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തും. ഉദ്യോഗാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ടിക്കറ്റ് ഡിസംബർ 26 മുതൽ അവരുടെ പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. പരീക്ഷയ്ക്ക് ഹാജരാവുന്ന ഉദ്യോഗാർത്ഥികൾ സംസ്ഥാനത്ത് നിലവിലുള്ള കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ച് ഗ്ലൗസ്, ഫേസ് മാസ്ക്, സാനിറ്റൈസർ എന്നിവ നിർബന്ധമായും ഉപയോഗിക്കണം. വാർത്തയിലേക്ക്. കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന കോമരം മരിച്ചു. പുന്നൂർകുളം പരൂർ മാഞ്ചിറയ്ക്കൽ പരേതനായ താമി വെളിച്ചപ്പാടിന്റെ മകൻ 55 വയസ്സുള്ള വാസുവാണ് മരിച്ചത്. 3 ആഴ്ച മുമ്പ് പെട്ടെന്നുണ്ടായ ശ്വാസകോശ സംബന്ധമായ അസുഖം കണ്ടതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് കോവിഡ് പരിശോധനയിൽ പോസിറ്റീവാകുകയും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് കീഴ്പ്പെടുകയുമായിരുന്നു. വെള്ളിയാഴ്ച രാത്രി 12 മണിയോടുകൂടിയാണ് മരണം സംഭവിച്ചത്. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം കോട്ടപ്പടി വാതക ശ്മശാനത്തിൽ സംസ്കാരം നടത്തി. 3 വർഷത്തിലധികമായി മാഞ്ചിറയ്ക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ കോമരമാണ് പരേതൻ. അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൽ അവധിയിലിരിക്കെയാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ബിനിയാണ് ഭാര്യ. വിപിൻ രാജ്, നന്ദന എന്നിവർ മക്കളാണ്. CPM ഗുരുവായൂർ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം, ചാവക്കാട് സ്വതന്ത്ര ഓട്ടോ ടാക്സി യൂണിയൻ സെക്രട്ടറി, ഗുരുവായൂർ ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU സെക്രട്ടറി എന്നീ നിലയിൽ പ്രവർത്തിച്ച തിരുവെങ്കിടം സ്വദേശി പാലിയത്ത് രാജപ്പൻ എന്ന രാജൻ നിര്യാതനായി 72 വയസ്സാണ്. സംസ്കാരം ഗുരുവായൂർ നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടന്നു. ഭാഗ്യരഥിയാണ് ഭാര്യ. രാജേഷ് പാലിയത്ത്, മിനി, രജനി എന്നിവർ മക്കളാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, KV അബ്ദുൽ ഖാദർ MLA, ദേവസ്വം ഭരണസമിതി അംഗം KV മോഹനകൃഷ്ണൻ, കോൺഗ്രസ് നേതാവ് ബാലൻ വാർനാട്ട്, BJP നേതാവ് KT ബാലൻ തുടങ്ങിയവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു.
കുന്നംകുളം നഗരസഭ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കേരള ബാസ്കറ്റ്ബോൾ രക്ഷാധികാരിയുമായ കുന്നംകുളം ചീരൻ വീട്ടിൽ ജോർജ് സക്കറിയ നിര്യാതനായി 92 വയസ്സായിരുന്നു. മാർത്തോമ സഭാ കൗൺസിൽ അംഗം, ആർത്താറ്റ് കുന്നംകുളം മാർത്തോമ ഇടവകയിൽ നിന്നും മണ്ഡലം അസംബ്ലി മെമ്പർ എന്നിങ്ങനെ വിവിധ സ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടുണ്ട്. കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ രക്ഷാധികാരിയും സ്പോർട്സ് കൗൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പറുമായിരുന്നു. ചൊവ്വന്നൂർ MTS സ്കൂൾ മാനേജർ, YMCA സെക്രട്ടറി, IGA ക്ലബ് സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. എലിസബത്താണ് ഭാര്യ. ഡോക്ടർ സനിൽ ജി ചീരൻ, സുധീർ ജി ചീരൻ, അന്ന ജോർജ് എന്നിവർ മക്കളാണ്. സംസ്കാരം തിങ്കളാഴ്ച 12 മണിക്ക് ആർത്താറ്റ് കുന്നംകുളം മാർത്തോമ പള്ളിയിൽ നടക്കും. നവമാധ്യമ കാഴ്ച. മേളമില്ലാത്ത ഉത്സവങ്ങൾ മലയാളിക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. എത്ര വേലത്തും ഒട്ടും ആവേശം ചോരാതെ വ്യത്യസ്ത താളങ്ങളിൽ മേളം കൊട്ടിക്കയറും. മേളക്കാരുടെ സാന്നിധ്യമില്ലാതെയും ആവേശക്കൊട്ട് ആസ്വദിക്കാം. ഷിഹാബ് തയ്യൂർ നൽകിയ ദൃശ്യം. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം വിൽക്കുന്ന വില ഗ്രാമിന് 4670 രൂപ, വാങ്ങുന്ന വില ഗ്രാമിന് 4660 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. കേച്ചിരി മണലി മൂളിപ്പറമ്പിൽ ഭരതൻ നിര്യാതനായി 58 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സുജാത ഭാര്യയും സുരഭി, സുജിത്ത് എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആശങ്കകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ സംസ്ഥാനത്ത് 10ാം ക്ലാസ് +2 പരീക്ഷകളുടെ സമയക്രമം നിശ്ചയിച്ചു. മാർച്ച് 17 മുതൽ രാവിലെ +2 പരീക്ഷയും ഉച്ചയ്ക്ക് ശേഷം SSLC പരീക്ഷയും നടക്കും. വാർഷിക പരീക്ഷയ്ക്ക് മുന്നേ മാതൃകാ പരീക്ഷ നടത്തും. വിദ്യാലയങ്ങളിൽ അടുത്ത വാരം ശുചീകരണം. പ്രസിദ്ധമായ നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ ഏകാദശി ഡിസംബർ 25-ന്. ആഘോഷത്തിന്റെ ഭാഗമായുള്ള വിളക്കാചാര ചടങ്ങ് നടന്നു. കോവിഡ് സാഹചര്യത്തിൽ ഏകാദശി ആഘോഷങ്ങൾ ഇക്കുറി ചടങ്ങുകൾ മാത്രമായി. കോവിഡ് മൂലം പൂട്ടിക്കെട്ടിയ കളിമൺ ഉൽപ്പന്നങ്ങളുടെ കെട്ടഴിച്ച് അതിജീവന പോരാട്ടവുമായി കുംഭാര സമുദായാംഗങ്ങൾ. കളിമൺ ഉൽപ്പന്നങ്ങളുടെ വിപണി സജീവമായതോടെ വലിയ പ്രതീക്ഷയിൽ ഈ വിഭാഗം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. പോർക്കുളം എട്ടഴി വീട്ടിൽ സരോജിനി അമ്മയുടെ 1ാം ചരമവാർഷികം ആചരിച്ചു. പരേതയുടെ പാവന സ്മരണയ്ക്ക് മുൻപിൽ ദുഃഖാർത്തരായ മക്കൾ, മരുമക്കൾ, പേരക്കുട്ടികൾ, മറ്റു ബന്ധുമിത്രാദികൾ.